അവിടെ മെമ്മറി കാർഡിലെ വിഷയം പറയുമ്പോ ആ വിഷയം നിലവിൽ ക്ലോസ് ചെയ്തല്ലോ. അങ്ങനെ അത് ക്ലോസ് മരിച്ചുപോയ ചെയ്തിട്ടില്ല. ഒരാളുടെ തലയിൽ അത് ചാർത്തി കൊടുത്തതിന് അത് ശേഷം ഞങ്ങൾ അതില്ലല്ലോ. അംഗീകരിച്ചിട്ടില്ലല്ലോ. ആ. ഞങ്ങൾ ആ റിപ്പോർട്ട് എന്റെ കയ്യിൽ ഇതുവരെ തന്നിട്ടില്ല. അതറിയോ? ഉം. ഞാൻ 2 പ്രാവശ്യം ഓഫീസിൽ ചെന്നതാ. അപ്പൊ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുക്കു പരമേശ്വരൻ അത് വെച്ച് പൂട്ടി ലോക്കറിൽ വെച്ചിരിക്കുന്നതാ പറഞ്ഞ. ഉം. ആ റിപ്പോർട്ട് ലോക്കറിൽ വെക്കാനുള്ള ഉത്തരവാദിത്തം പോലും ആ മെമ്മറി കാർഡ് സൂക്ഷിക്കാൻ കാണിച്ചില്ലല്ലോ ഇവര്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ. എത്രയോ സ്ത്രീകള് പറഞ്ഞ അവരുടെ വിശ്വാസത്തോട് പറഞ്ഞ കാര്യങ്ങളുള്ളൊരു മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് പൂട്ടി വെച്ച്, മെമ്മറി കാർഡ് അവരുടെ എവിടെയാണെന്ന് അറിയില്ല, മരിച്ചുപോയ ലളിത ചേച്ചിയുടെ തലയിൽ കൊടുത്തു. ഉം. പക്ഷെ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ, ഈ മെമ്മറി കാർഡോ ഈ ഷൂട്ടിങ്ങോ ഇവർ അംഗീകരിച്ചിട്ടില്ലായിരുന്നല്ലോ ആദ്യം. അതെ. ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എലക്ഷൻ പ്രപ്പകണ്ടയായിട്ട് ഞങ്ങൾ നുണ പറയുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അമ്മ തന്നെ വെച്ച കമ്മീഷൻ, ആ കമ്മീഷൻ കണ്ടുപിടിച്ചത് എന്താണ്? മെമ്മറി കാർഡ് ഉണ്ട്, ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ മെമ്മറി കാർഡ് മരിച്ചുപോയ ലളിത ചേച്ചി, അതിനകത്ത് എന്തെങ്കിലും ഈ റിപ്പോർട്ട് സൂക്ഷിക്കുന്ന അത്ര ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ, സുഖമില്ലാതെ കിടന്നില്ലേ ലളിത ചേച്ചി എത്രയോ നാള്. അതെ. എത്രയോ നാൾ കിടന്ന്. ഈ സാക്ഷി പറഞ്ഞിരിക്കുന്നത് മഞ്ജു പിള്ളയാണെന്നാണ് പറയുന്നത്. മഞ്ജു പിള്ളയെ മോളെ പോലെ സ്നേഹിച്ച ആളാണ് ലളിത ചേച്ചി. ലളിതാമ്മ. കൊണ്ടു നടക്ക്, കൈ ഇങ്ങനെ കൊണ്ടു നടക്കുക, അമ്മയെ പോലെ കൊണ്ടു നടന്ന്. ആ മരിച്ചുപോയ ലളിത ചേച്ചിയോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അവർ കാണിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ, ആ പാവത്തിന്റെ പേരിൽ എന്തിനാ ഇങ്ങനെ ഒരു പച്ചക്കള്ളം ഒരു മൊഴി കൊടുത്തത് മഞ്ജു പിള്ള? ഉം. അതിൽ ജനറൽ ബോഡിയിൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന മഞ്ജു പിള്ളയുടെ അടുത്ത് ചോദിക്കണമെന്ന്, പക്ഷെ അതിന് പറ്റിയില്ല. ഞാൻ ഇപ്പൊ ഇവിടെ ചോദിക്കുകയാണ് മഞ്ജു പിള്ളയോട്. ഉം.